നിലമ്പൂരിൻ്റെ പ്രത്യേകത, നിലമ്പൂരിൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തുകളിലൊക്കെ കോളേജുണ്ട്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ കോളേജില്ല. അങ്ങനെയാണ് നിലമ്പൂരിൽ നമ്മൾ ഗവൺമെൻറ് കോളേജ് കൊണ്ടുവന്നത്. ഗവൺമെൻറ് കോളേജ് കൊണ്ടുവന്ന് നമ്മൾ 5 ഏക്കർ സ്ഥലം മാനവേദൻ സ്കൂളിൽ നിന്ന് 5 ഏക്കർ സ്ഥലം കൊടുത്തു, ബിൽഡിംഗ് കൊടുത്തു, പിന്നെ ഓഫീസറെ നിയമിച്ചു, യൂണിവേഴ്സിറ്റിയിൽ പൈസ അടച്ച്, കോഴ്സ് ഫീ അടച്ചു, എല്ലാം റെഡി. അപ്പോഴാണ് 2016 ഇലക്ഷൻ വന്നു. പുതിയ അക്കാഡമിക് ഇയർ വരുന്നതിന് ഏപ്രിലാണല്ലോ ഇലക്ഷൻ. അക്കാഡമിക് ഇയർ വരുന്ന സമയത്ത് പുതിയ ഗവൺമെൻറ് വന്നു. അതേപോലെ 2 വർഷം 2 വർഷം ഫ്രീസറിൽ വെച്ചു. 2-3 വർഷം. അത് കഴിഞ്ഞ് പിന്നെ തുടങ്ങി. എവിടെയാണോ പൂക്കോട്ടും പാടത്ത് ഒരു 3-ാം നിലയുടെ ഒരു പീഡിക തട്ടും പുറത്ത് ഗവൺമെൻറ് കോളേജ്. ഇതിൻ്റെ കൂടെ ഗവൺമെൻറ് കോളേജ് പാസ്സായ എല്ലാ സ്ഥലങ്ങളിലും ബിൽഡിങ്ങും ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന വലിയ സ്ഥാപനമായിട്ട് ഇതിപ്പോഴും ഒരു വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കും. ഇതുവരെ സംവിധാനം ഉണ്ടായിട്ടില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുവന്ന 10 കോടി രൂപ മുടക്കിയ ഒരു ചൈൽഡ് ആൻഡ് മദർ ഹോസ്പിറ്റൽ, 10 കോടി, അന്ന് 10 കോടി, 10 വർഷം മുമ്പത്തെ കാര്യമാണ്. അത് പണി തുടങ്ങി പകുതിയായിട്ട് പിന്നെ നിശ്ചലാവസ്ഥയിലായി. ഗവൺമെൻറ് പോയതോടി അവസാനം ജില്ലാ പഞ്ചായത്തൊക്കെ ഇടപെട്ട്, ഇസ്മായിൽ മുത്തേടത്തിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തൊക്കെ ഇടപെട്ട് വീണ്ടും അഡീഷണലായിട്ട് 16 കോടി വെച്ചിട്ടാണ് ഇപ്പോൾ രണ്ടാമത് പണി തുടങ്ങാൻ പോകുന്നത്. UDF തുടങ്ങി വെച്ച എല്ലാ വികസന പ്രവർത്തനവും, നാടുകാണി മുതൽ പരപ്പനങ്ങാടി വരെയുള്ള റോഡ് 450 കോടി രൂപ. ഒരു റോഡിന് വേണ്ടി 450 കോടി രൂപ നീക്കി വെക്കാമെന്ന ചില്ലറ കാര്യമായിട്ട്. ഈ 450 കോടി രൂപ നീക്കി വെച്ച റോഡിൽ അതിൻ്റെ ഒരു 200 കോടി രൂപയുടെ വർക്ക് നടക്കുന്ന നിലമ്പൂർ നിയോജകമണ്ഡലം. പക്ഷേ UDFൻ്റെ കാലത്ത് വർക്ക് തുടങ്ങി, പിന്നെ ഈ നാടുകാണിയിലെ പണികളൊക്കെ തീർന്ന് അപ്പോഴേക്ക് ഇടതുപക്ഷ ഗവൺമെൻറ് വന്ന് ആ ഫണ്ട് ലാപ്സാക്കി 100 കോടി രൂപ ഇന്ന് വെട്ടിമാറ്റി. ഇപ്പം നിലമ്പൂരിലെ മെയിൻ റോഡിന് അറ്റകുറ്റപ്പണി പോലും തീർക്കാൻ കഴിയാത്ത അവസ്ഥയിൽ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് ഭരണപക്ഷ MLA ആയിരുന്നല്ലോ കഴിഞ്ഞ 9 കൊല്ലം. അതാണ് നമുക്കറിയാത്ത കാരണം. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്നുള്ളത് ഇടതുപക്ഷ ഗവൺമെൻറ് ഈ കാര്യത്തിൽ പൂർണ്ണമായും നിലമ്പൂരിനെ നെഗ്ലക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.